അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ പറഞ്ഞാൽ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ റമദാൻ മാസം തുടങ്ങല്ലേ, അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ക്ലീനിങ് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കിച്ചണിൽ നിന്നാണ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഉച്ചഭക്ഷണം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഭക്ഷണങ്ങളും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് നോക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ റാക്കുകളൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. ഈ റാക്സൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മളിപ്പോൾ പുതിയത് ഫിറ്റ് ചെയ്യിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റമദാൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ആവാനായിട്ട് അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം തുടച്ചിട്ട് അതിൻ്റെ മിക്സിങ് അതുപോലെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇലക്ട്രോണിക്കിൻ്റെ, അതൊക്കെയാണ് ആദ്യം അവിടെ ഇട്ട് വെച്ചത്. പിന്നെ അതിൻ്റെ നേരത്തെ മേലത്തെ പോർഷനിൽ ഞാൻ വെച്ചത് പൊടി ഐറ്റംസാണ് കേട്ടോ. പൊട്ടുപൊടിയും പത്തിരിപ്പൊടി അങ്ങനത്തെ പൊടി ഐറ്റംസാണ് ഞാൻ മേലെ വെച്ചത്. നമ്മളിപ്പോൾ അടുത്ത നാട്ടിൽ നിന്ന് വന്നിട്ട് ആയതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാടൊന്നും ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ക്ലീനിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പുതിയ റാക്കും കാര്യങ്ങളും ഒക്കെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ച് നോക്കുക. പിന്നെ വേഗം എടുത്ത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് എല്ലാം കാണുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാനധികം പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒക്കെ ഏകദേശം ഞാൻ പൊട്ടണ കുപ്പിയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം പ്ലാസ്റ്റിക് കുപ്പിയിലാക്കുന്നത് നല്ല സേഫ് അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം പ്ലാസ്റ്റിക് കുപ്പീസൊക്കെ ഒഴിവാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പോർഷനിൽ ഇങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. സോസുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അധികം വെച്ചിട്ടുണ്ടായിരുന്നത്, പെട്ടെന്ന് കിട്ടാനും അതുപോലെ യൂസ് ചെയ്യാനൊക്കെ അതിന് വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക് കുപ്പീസൊക്കെ എൻ്റെ കയ്യിൽ കുറവാട്ടോ. ഉള്ളതിലൊക്കെ ഞാനിങ്ങനെ മസാലപ്പൊടി ഐറ്റംസാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷന് ശരിക്കും ഉണ്ടായിട്ടുണ്ടായില്ല. നമ്മൾ അതുപോലെ വെച്ചതാട്ടോ, അടുത്ത് പുതിയത് വെച്ചൊരു ഭാഗമാണ്. ഇതിൽ ഞാൻ അതുപോലെ കടുക്, ജീരകം അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഓവർ വെയിറ്റും ഇല്ലാത്തൊരു കുപ്പികൾ വെക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഭാഗമാക്കി മാറ്റിയതാണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ അതുപോലെ ജഗ്ഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വിചാരിച്ചിട്ടാട്ടോ വെച്ചത്. വെള്ളം ചൂടാക്കുന്ന കെറ്റിലിൻ്റെ കുറച്ച് രണ്ടെണ്ണം എൻ്റെ അടുത്തുണ്ടായിരുന്നു. സോ അതും ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി എൻ്റെ അടുത്തുണ്ടായിരുന്നു ഷെൽഫാണ്. ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് പൊട്ടണ പാത്രങ്ങളാണ് കേട്ടോ. ഇത് എൻ്റെ അടുത്തുള്ളൊരു പഴയ ഷെൽഫാണ്. അപ്പോൾ അതിന് ഞാൻ അടിയിൽ വാൾപേപ്പർ വെച്ചിരിക്കുകയാണ്. വെള്ളമായാൽ നമുക്ക് വേഗം തുടച്ചെടുക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാക്കി മാറ്റിയിട്ടാണ്. മുകളിൽ ഞാൻ കുക്കറാണ് കേട്ടോ വെച്ചത്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഒന്ന് കൊടുക്കുന്നതും കൊടുത്തയച്ചതാട്ടോ. നോൾട്ട ബ്രാൻഡിൻ്റെ ആയിട്ടോ വേണ്ടു. സ്റ്റൗവിൻ്റെ ഒരു സൈഡിലായിട്ട് എണ്ണ, നെയ്യ് അങ്ങനത്തത് പോർഷൻസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റൗവിൻ്റെ വേറെ ഭാഗത്തായിട്ട് നമ്മൾ പൊടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എടുക്കാനൊക്കെ യൂസിന് വേണ്ടിയിട്ട് പൊടികളും ഉപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് അടിയിൽ പാത്രങ്ങൾ വെക്കാനുള്ള ഭാഗമാണ് കേട്ടോ.
ഇത് ഞാൻ 5 രൂപ കടയിൽ നിന്ന് പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കയ്യിലുകളും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു സാധനം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനിങ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.